പടച്ചവനെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരവസ്ഥ വരുന്നത്? 1500 കൊല്ലം മുമ്പ് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നബിതങ്ങളോട് പറയുന്ന സ്വഹാബത്തെ, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം കടന്നു വരും സ്വഹാബ, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം കടന്നു വരും സ്വഹാബ. ഏതുപോലെ എന്നറിയുമോ? പടച്ചവനെ, ഒരു ഭക്ഷണതാ ഒരു പാത്രത്തിനകത്ത് ഭക്ഷണം വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ചുറ്റുഭാഗം എല്ലാവരും കഴിക്കാനിരിക്കുകയാ. അവരുടെ കൈകൾ ഭക്ഷണപാത്രത്തിലേക്ക് വരുന്നതുപോലെ ശത്രുക്കൾ എന്റെ സമുദായത്തിന്റെ എതിരെ തിരിയുന്ന ഒരു കാലം വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്ന ശത്രുക്കളെ മുഴുവനും മുസ്ലിം സമുദായത്തിന്റെ എതിര് ഒറ്റക്കെട്ടായി കടന്നു വരികയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ. വല്ലാതെ ഒരു പതനത്തിന്റെ ഭാഗത്തുകൂടെ ഈ സമുദായം കടന്നു പോകുമ്പോ എന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണെന്ന് പഠിക്കണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണടോ? മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണടോ? ഒരു മുസ്ലിമിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണമെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പഠിപ്പിക്കുകയാ. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? മുസ്ലിമിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം? ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റി എന്താണെന്നറിയുമോ? അല്ലാഹുവേ, അതാ എല്ലാവരും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ആണാകട്ടെ പെണ്ണാകട്ടെ, പ്രായമുള്ളവരാകട്ടെ കുട്ടികളാകട്ടെ, 2 ദിവസം ലീവ് വന്നാൽ എവിടെയെങ്കിലും കറങ്ങാൻ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മള്. അങ്ങനെ പടച്ചവനെ മുശാവറ നടത്തുകയാണ്. രാത്രി ഭക്ഷണം കഴിഞ്ഞു, വാപ്പയും ഉമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. വാപ്പാ, ഇനി 2 ദിവസം ലീവാണ്, സ്കൂളില്ല, നമുക്കൊന്ന് കറങ്ങാൻ പോകണം. വലിയ ചർച്ച നടക്കുകയാണ്. ഒരാൾ പറയുന്നു നമുക്ക് മൈസൂർ പോകാം, ഒരാൾ പറയുന്നു ബാംഗ്ലൂർ പോകാം, ഒരാൾ പറയുന്നു മൂന്നാർ പോകാം, ഒരാൾ പറയുന്നു ഊട്ടിയിൽ പോകാം. ഓരോ സ്ഥലം പറയുമ്പോഴും പറയുന്നു, വാപ്പാ ഊട്ടിയിൽ പോയതാണ്, കൊടൈക്കനാലിൽ പോയതാണ്, ബാംഗ്ലൂർ പോയതാണ്, മൈസൂരിൽ പോയതാണ്. എന്നാ നമുക്ക് പോകാത്ത ഒരു സ്ഥലത്ത് പോകാം. ഒരു സ്ഥലത്ത് പോയാൽ രണ്ടാമതവിടെ പോകാൻ പലരും ആഗ്രഹിക്കാറില്ല. അവര് രണ്ടാമതൊരു പുതുമയുള്ള സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ,